ഇന്ന് നമുക്ക് വൈറലായിട്ടുള്ള ആ ഒരു ബൺ മസ്ക് ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മൂന്ന് സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ബട്ടറും ബണ്ണും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കുമാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ചേട്ടനെ ഇങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ, നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം 4 മണിക്കെന്ന്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഈ ബട്ടർ ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, എന്നാലാണ് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ച കാരണം കുറച്ച് ഒരു ബലപ്പെടുത്തുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് മയപ്പെടുത്തിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ നല്ലപോലെ മയപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ചിലർ ഇതിലേക്ക് പാൽപ്പൊടിയും അതുപോലെ തന്നെ വാനില എസൻസും ഒക്കെ ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഏലക്കയുടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ബട്ടർ ഒന്ന് മയമായി വന്നപ്പോൾ നമ്മുടെ ബണ്ണെടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ഭാഗത്തേക്കും നമ്മളത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ട്രൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ശ്രീകുട്ടനാണ്. കാരണം അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷന് പോകാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ അവന് കൊടുത്തു, അവന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മളിത് ലച്ചുവിന് കൊടുക്കാൻ കേട്ടോ. അവൾക്ക് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പകുതി കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എടുത്തിട്ടുള്ളതിൽ ബട്ടറിൽ കുറച്ച് സോൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് ഇതിനാവശ്യമായിട്ട് വന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ആകുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ക്രീം. അപ്പോൾ നമ്മളിതാ വീണ്ടും ഉണ്ടാക്കി അത് ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബന്നിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇറാനി ചായയാണ് അവർ കഴിക്കുന്നത്. പക്ഷേ ഇറാനി ചായ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ സാധാരണ ചായ, പാലൊഴിച്ച ചായയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട്